ശ്രേയാസ് വേൾഡ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നിർമ്മാണഘട്ടത്തിൽ പാതിയിൽ ഉപേക്ഷിച്ചുപോയ ഒരു ക്ഷേത്രവിശേഷത്തെ പറ്റിയാണ്. പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന രണ്ടു പാറക്കൂട്ടങ്ങളിൽ ഒന്നിലാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏകശിലാ ശൈലിയിൽ പാറയിൽ വെട്ടിയ വാസ്തുവിദ്യയാണിത്. ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രമായതിനാൽ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ നിരവധി മൂല്യങ്ങളുണ്ട്. ഈ കൂറ്റൻ പാറ തുരന്ന് അതിൻ്റെ മധ്യഭാഗത്ത് 3.6 അടി ഉയരത്തിൽ ശിവലിംഗവുമുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ നിരവധി പുരാതന ക്ഷേത്രങ്ങളുണ്ട്. അതിലേറ്റവും പഴക്കമുള്ള ഗുഹാക്ഷേത്രം എന്നു മാത്രമല്ല, വിനോദസഞ്ചാരികൾക്കും ഗവേഷണങ്ങൾക്കും ഇടം പിടിച്ച ഒരു സ്ഥലമാണിത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് കവിയൂരിലുള്ള തൃക്കാക്കുടി ഗുഹാക്ഷേത്രം. അടുത്ത റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. വിമാനത്താവളം തിരുവനന്തപുരം നെടുമ്പാശ്ശേരി. തിരുവല്ലയിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഇവിടെ എത്തിച്ചേരുന്ന ദൂരം. 1965 ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. പല്ലവ കലാപാരമ്പര്യത്തോട് സൗമ്യമുള്ള ഈ ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആരാധനാലയത്തിലെ ശിലാശില്പങ്ങൾ, ക്ഷേത്രത്തിലെ ശില്പങ്ങളും കൊത്തുപണികളും മുറികളും ചരിത്രപരമായ മൂല്യം കണക്കിലെടുത്ത് പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്നു. ഭക്തരെ കൂടാതെ അനവധി ചിത്രകാരന്മാരും സഞ്ചാരികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം കാണുവാനും ഇപ്പോഴും സന്ദർശിക്കാറുണ്ട്. സംസ്ഥാനത്തെ ആദ്യകാല കൊത്തുപണികളുടെ പ്രതിഫലനം ആണ് ആരാധനാലയത്തിലെ ശില്പവൈവിധ്യങ്ങൾ. തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളുമുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്ത് ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചത് ഇവിടെയുള്ള കാലാവസ്ഥയും സ്ഥലവും പാണ്ഡവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും തുടർന്ന് ഗുഹാക്ഷേത്ര നിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ പാണ്ഡവർ എവിടെയാണെന്ന് കൗരവർക്ക് അറിവ് ലഭിക്കുകയുണ്ടായി. കൗരവരുടെ തിരിച്ചറിവ് ഹനുമാൻ അറിഞ്ഞപ്പോൾ സഹോദരൻ ഭീമനെ അറിയിച്ചതിനു ശേഷം പാണ്ഡവർ സ്ഥലം വിട്ടു. അങ്ങനെ പോയതിനാലാണ് ഈ ഗുഹാക്ഷേത്രം പൂർണ്ണമാകാതെ ഇപ്പോഴും ഇതേ നിലയിൽ നിൽക്കുന്നത്.